സംസാരിച്ചുകൊണ്ടും പാടിക്കൊണ്ടും അഭിനയിച്ചുകൊണ്ടും വരച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും ഈ നാട്ടിൽ മനുഷ്യൻ സമാനതകളില്ലാത്ത പ്രതിരോധം തീർക്കുന്നത് ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിലെ ഇന്ത്യ എന്ന പൂർവകാല നിർവചനങ്ങളുടെ ചില മഹനീയ ഉദാഹരണങ്ങൾ ഈ രാജ്യത്തിൽ ഇനിയും ബാക്കിയാകണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിലൊരുപാട് സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായതാണ്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ നായകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് സാഹിത്യത്തിന്റെയോ സാംസ്കാരിക ബോധത്തിന്റെയോ നോവുന്നവനെ ഒപ്പം ചേർക്കുന്നതിന്റെയോ കരുതലുകൾ പകർന്ന അക്ഷരപ്രഭുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എഴുത്തുകാർ, കവികൾ, നോവലിസ്റ്റുകൾ, പ്രഭാഷകർ ഇവരൊക്കെ ഉണ്ട്. എല്ലാവരും വലിയ പങ്ക് വഹിച്ചവർ തന്നെയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന പേര് സത്യത്തിൽ ഒരു എഴുത്തുകാരൻ്റെതുമല്ല. എൻ്റെ മനസ്സിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കേരളം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. അത് ചിലപ്പോൾ എൻ്റെ തെറ്റുണ്ടാകാം. കാരണം പുസ്തകം വായിച്ച് സാമൂഹ്യബോധവും സാംസ്കാരിക ജ്ഞാനവും ഉണ്ടാകുന്ന സമത്വബോധവും സമത്വ ചിന്തയും ഉണ്ടാകുന്ന മനുഷ്യർക്ക് വായിക്കാൻ കഴിയുമ്പോഴാണ് അത് സാധ്യമാവുക. വായിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടല്ലോ, എഴുത്തും വായനയും അറിയാത്ത മനുഷ്യരുണ്ടല്ലോ, അക്ഷരം കൂട്ടി വായിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അക്ഷരവും വായനയും അറിയാത്ത, പൂർണ്ണമായി നിരക്ഷരരായ, വാക്കുകൾ കൂട്ടി വായിക്കാൻ കഴിയാത്ത പാവപ്പെട്ട കർഷകരുടെ, തൊഴിലാളികളുടെ നാവിൽ നിന്ന് അനർഗളമായി ഷേക്സ്പിയറിൻ്റെയോ ഹോമറിൻ്റെയോ ബിമൽ മിത്രയുടെയോ വയലാറിൻ്റെയോ എന്തിന് തിരുനെല്ലൂർ കരുണാകരന്റെ കൊച്ചുറാണി പോലുമോ ഒരക്ഷരത്തെറ്റ് പോലുമില്ലാതെ ഉച്ചത്തിൽ ഈ നാട്ടിൽ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മുഴങ്ങിക്കേട്ടുവെങ്കിൽ അതിന് കാരണക്കാരനായ മനുഷ്യനെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലെ സാംസ്കാരിക നവോത്ഥാന നായകൻ എന്ന് ഞാൻ പറയുന്നത്. അയാളുടെ പേര് വി സാംബശിവൻ എന്നായിരുന്നു.